ഹലോ വിവോസ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇന്ന് 1 ജൂൺ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് നിഫ്റ്റിയിൽ എന്ന് വന്ന ട്രേഡുകളും അതിൽ എത്ര കൺഫേം എൻട്രീസും ആയിരുന്നു എന്നാണ് നമ്മളിതിനകത്ത് നോക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിൽ നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കാണാൻ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ റണ്ണിങ് ട്രേഡില്ലേ, അത് 12 മണിക്ക് വന്ന ട്രേഡാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലർട്ട് നോട്ടിഫിക്കേഷനിൽ ഏറ്റവും മേഖല ആ പ്രൈസ് എഴുതി കാണിക്കും. സെല്ലാണെങ്കിൽ ബൈ ആണെങ്കിൽ ഇതുപോലെ കാണിക്കും. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെൽ അറ്റ് 23,492. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് സെല്ലെന്ന്. അപ്പോൾ സെല്ലെന്ന് ദാറ്റ് മീൻസ് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ അവിടെ കാണിച്ചു തന്നു 23,492. ഈ ലെവലിൽ നിന്നാണ് നിഫ്റ്റി സെല്ലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ ലെവൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് എടുക്കുക. അവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇന്തമണിയോ അddമണി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മൾ അddമണി പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നേരെ 500 എടുക്കാം. ഇന്തമണിലാണെങ്കിൽ നമുക്കൊരു 600, അതായത് ഒരു 100-200 പോയിന്റ് കയറ്റിയെടുക്കാം. 600-200 അങ്ങനെ റേഞ്ചിലുള്ള എടുക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇത്ര നോക്കിയാൽ മതി. നിഫ്റ്റിയിൽ സെല്ല് വന്ന് പ്രൈസ് കാണിച്ചു, അപ്പോൾ നമുക്ക് മനസ്സിലായി പുട്ടാണ് നമ്മൾ എടുക്കാനുള്ളത്. നമുക്ക് ഡയറക്റ്റ് ഈ ചാർട്ട് തന്നെ നോക്കി ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ സെപ്പറേറ്റ് ഓപ്ഷൻ ചാർട്ടുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. 23,700 പുട്ട് ഓപ്ഷൻ ചാർട്ട്. അതായത് നിഫ്റ്റിയിൽ ട്രേഡ് വരുമ്പോൾ നേരെ നമ്മൾ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. നമ്മൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക എന്താണ് ബൈ സിഗ്നലേ കാണിക്കാവുള്ളൂ. അപ്പോൾ നിഫ്റ്റിയിൽ സെല്ല് വന്നപ്പോൾ നേരെ നമ്മൾ ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഓപ്ഷനിൽ ബൈ സിഗ്നൽ വന്നു. ഇവിടെ നിങ്ങൾ കൺഫർമേഷൻ നോക്കി വെച്ചാൽ മതി. ബൈയുടെ കൺഫർമേഷൻ എന്താണ്? ആരോ വന്ന് താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോണും ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ നോക്കുക. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതുപോലെ സോഫ്റ്റ് തന്നെ കാണിച്ചു വരും നമ്മുടെ ലെവൽ ഏതാണെന്നുള്ള. 218.80 സോഫ്റ്റ് നമുക്ക് ബൈ കാണിച്ചു തന്നാൽ നമ്മൾ ട്രേഡിംഗ് ടേമിൽ എൻട്രി എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ മേളിലോ താഴത്തെ റേറ്റ് കിട്ടും. നോ പ്രോബ്ലം, അതിൽ എക്സിക്യൂട്ട് ചെയ്യുക. താഴത്ത് കൊടുത്തിട്ടുണ്ട് 240, 58, 275 ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നർത്ഥം. അതായത് ഓപ്ഷൻ ചാർട്ട് എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോഫ്റ്റ് എവിടെ എൻട്രി എടുക്കണം, എക്സിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിനകത്ത് രാവിലെ നമ്മൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൺഫേം അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾ സൈഡ് നമുക്ക് അത് ഇൻട്രാഡേ ഒരു ചാർട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ആ ഇൻട്രാഡേ അനുസരിച്ച് നമുക്ക് കോൾ സൈഡിൽ കൺഫർമേഷൻ ഇല്ലായിരുന്നു. പിന്നെ 12 മണിക്കുന്ന ട്രേഡാണ്. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 2:30 കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു ട്രേഡ് റണ്ണിങ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി. താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.